ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലി 2-3 വേരിയബിൾസിനെ അപ്ഡേറ്റ് ചെയ്യുന്ന കേസാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കിവിടെ സാധാരണ നമ്മൾ ഒരു റിസൾട്ടായിരുന്നു തൊട്ട് മുന്നേ ഉള്ള 2 പ്രോഗ്രാംസിലും ചെയ്തത്. ഇപ്പോൾ നമുക്ക് 2 റിസൾട്ട്സ് ഉണ്ട്. നമുക്ക് ബീറ്റയും ഡെൽറ്റയാണ് നമ്മൾ ആൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ബീറ്റ എന്നുള്ളൊരു റിസർവ് വേർഡും എടുക്കാം, ഡെൽറ്റ എന്നൊരു റിസർവ് വേർഡും എടുക്കാം. കാര്യം ഇവിടെ ഇൻഡിജേഴ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസറും നമ്പറിലായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ബീറ്റയും ഡെൽറ്റയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നോക്കിക്കേ, ഈ പ്രോഗ്രാമിൽ ആൽഫ എന്നൊരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു, INCR എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ട് അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസറാണ് ബീറ്റ. ഇതൊക്കെ അസ്യൂം ചെയ്താൽ മതിയേ. അപ്പം ഞാൻ ആൽഫയായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇൻറ്റീജർ കൊടുത്തു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആൽഫ എന്നുള്ള ലേബലിൽ ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ വാല്യൂ 5 കൊടുത്തു. ഇനി എന്താണ്, INCR എന്നുള്ളൊരു വേരിയബിൾ വേണം. അപ്പം ഇവിടെ എഴുതിയേക്കുന്നത് തെറ്റിയിട്ടാണ് കേട്ടോ. INCR എന്നുള്ളൊരു വേരിയബിൾ വേണം. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ എന്ത് കൊടുത്തു, അതിൻ്റെ കണ്ടൻറ്റ് എന്താക്കി കൊടുത്തു, വേർഡാക്കി കൊടുത്തു. ടൈപ്പ് ഓഫ് വേർഡ്, അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ കണ്ടൻറ്റ് എന്താക്കി കൊടുത്തു, 6 ആക്കി കൊടുത്തു. ചുമ്മാ അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് എന്ത് വേണം, ഇവിടെ 1 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. സോ 1 എന്നുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ആർ ക്രിയേറ്റിംഗ് എ ലേബൽ 1, അതിൻ്റെ ടൈപ്പ് വേർഡ് കൊടുത്തു, അതിൻ്റെ ഡേറ്റ എന്തായിട്ട് കൊടുത്തു, 1 ആക്കി കൊടുത്തു. സോ നമ്മുടെ ONE1 എന്നുള്ള വേരിയബിളിൽ കണ്ടൻറ്റ് എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആൽഫയും INCRഉം 1ഉം ആണ്. അപ്പോൾ ആ 3 വേരിയബിൾസിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പറേഷനിലോട്ട് പോകാം. അവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ INCRനെയോ ആൽഫയോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഡേറ്റയെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തിട്ട് അക്യുമുലേറ്റർ ബേസിസിലുള്ള അഡീഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് സെറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇതിൻ്റെ മാത്രമായിട്ടുള്ള ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ആൽഫ എന്നുള്ള വേരിയബിളിൻ്റെ കണ്ടൻറ്റാണ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. ആൽഫ തന്നെ വേണമെന്നില്ല, INCRൻ്റെ കണ്ടൻറ്റ് എടുത്ത് ലോഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആൽഫ ലോഡ് ചെയ്യുന്ന സമയത്ത് ആൽഫയിലുള്ള കണ്ടൻറ്റ് 5 ആണ്. ആ 5 എവിടേക്ക് എത്തും, അക്യുമുലേറ്ററിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അക്യുമുലേറ്റർ അഡീഷൻ ചെയ്യും വിത്ത് INCR. ഓക്കെ, INCR ആണ് വേരിയബിളിൻ്റെ പേര് മാറിക്കിടക്കുക. ഓക്കെ, INCR കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, 5ഉം 6ഉം തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 11 എന്നുള്ളൊരു വാല്യൂ കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 1 സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ആൻസർ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, അക്യുമുലേറ്ററിൻ്റെ കയ്യിലുണ്ട് എന്താ 11 എന്നുള്ള വാല്യൂ. നമുക്ക് അതിനകത്തുനിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്റർ ബേസിസിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാമല്ലോ. സോ സബ് യൂസ് ചെയ്തു. നമുക്ക് എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, 1 ആണ്. സോ നമുക്ക് 1 നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളൊരു വേരിയബിളിൻ്റെ പേര് കൊടുത്ത് നമ്മളതിനെ യൂസ് ചെയ്തു. സോ ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് സംഭവിക്കും, 11 നിന്ന് 1 മൈനസ് ആവും. സോ നമുക്ക് എന്ത് കിട്ടും, 10 കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ആൻസർ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ബീറ്റയിൽ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യാൻ കൊടുത്തു, ബീറ്റയിലേക്ക് സ്റ്റോർ ചെയ്യാൻ കൊടുത്തു. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, ആദ്യത്തെ സെഗ്മെൻറ്റിൻ്റെ ആൻസർ കിട്ടി. സോ ഇപ്പോൾ ബീറ്റയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എന്താണ്, 10 എന്നുള്ള വാല്യൂ നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, ബീറ്റയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇൻ ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, ഡെൽറ്റയും ഫില്ല് ചെയ്യണം അല്ലേ. സോ ഡെൽറ്റയിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ഗാമ എന്നുള്ളൊരു വാല്യൂ. INCR ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, 1 എന്നുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആരെയോടെ സെറ്റ് ചെയ്താൽ മതി, ഗാമയെ സെറ്റ് ചെയ്താൽ മതി. സോ ഇതെല്ലാം നമ്പേഴ്സ് ആണല്ലോ. സോ നമ്മൾ ഒരു ഗാമ എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ റാൻഡം ആയിട്ടൊരു വേരിയബിൾ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണ്, 8 എന്നുള്ള വാല്യൂ ആണ്. സോ ഗാമയുടെ വാല്യൂ എന്താണ്, 8 ആണ്. സോ ഗാമയും INCRഉം തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ ഗാമയോ അല്ലെങ്കിൽ INCRോ എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്താണ്, ഗാമയുടെ വാല്യൂ ആണ് അക്യുമുലേറ്ററിലേക്ക് എടുത്ത് വെച്ചേക്കുന്നത്. സോ ഗാമയുടെ വാല്യൂ എന്താണ്, 8 ആണ്. അത് ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അക്യുമുലേറ്റർ ബേസിസിൽ നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റും. സോ ആഡ് INCR കൊടുത്തു. സോ INCR വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8 + 6 നമുക്ക് എത്ര കിട്ടും, 14 കിട്ടും അല്ലേ. സോ 14 എന്നുള്ള വാല്യൂ ഇരിപ്പുണ്ട്. നമുക്ക് 14 അല്ല വേണ്ടതിനകത്ത് നമുക്ക് -1 സബ്ട്രാക്ട് ചെയ്യണം. സോ 1 എന്നുള്ള വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്തു, സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ONE കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, 14 - 1 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 13 കിട്ടി. അതിപ്പോൾ എവിടെ ഇരിക്കുവാണ്, അക്യുമുലേറ്ററിൽ ഇരിക്കുവാണ്. സോ നമ്മുടെ ആൻസർ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ലൊക്കേഷൻ എന്താണ്, ഡെൽറ്റയാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ കൊടുത്തു, എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് കൊടുത്തു, ഡെൽറ്റയിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുത്തു. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് കോഡ്. സോ ഇത് നമ്മുടെ സെക്കൻഡ് സെഗ്മെൻറ്റ്, ഇത് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ്. ഓക്കെ, ഈ സെയിം കോഡ് തന്നെ നമുക്ക് SIGBAR-XCയിൽ വർക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നു. എവിടെയാണ്, SIGBAR-XCയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുത്ത് റെഫറൻസ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല, SIGBAR-XCയിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മെമ്മറിയിൽ സ്റ്റാർട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് 2 അതായത് ആൽഫയും INCRഉം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 രജിസ്റ്ററിലേക്ക് നമുക്ക് ഈ 2 വാല്യൂസും സെറ്റ് ചെയ്തിട്ട് ലോഡ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ബേസ് അഡീഷൻ കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയിലേക്ക് വേണമെങ്കിൽ ആൽഫയെ ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എയിലേക്ക് നമുക്ക് INCRനെ ലോഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് INCRൻ്റെ വാല്യൂ എടുത്ത് എസ്സിലേക്ക് വെച്ചു. സോ എസ്സും എയും കൊണ്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ.
അപ്പോഴേക്കും എന്താ എസ്സിലേക്ക് വരുന്ന വാല്യൂ എന്താണ് ഐ എൻ സി ആറിൻ്റെ വാല്യൂ, എയിലേക്ക് വരുന്ന വാല്യൂ എന്താണ് ആൽഫയുടെ വാല്യൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു 5ഉം 6ഉം ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, എയിലും എസ്സിലും ഉണ്ട്. നമുക്കതിനെ ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. സോ നമ്മൾ മൾട്ടിപ്പിൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ബേസിസ് അഡീഷൻ ആണ്. സോ ADDR കൊടുക്കുക. സോ രജിസ്റ്റർ ബേസിസിൽ അഡീഷനിൽ എസ് കോമ എ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്, എസ്സും എയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ ഇവിടെ ഉണ്ടായിരിക്കും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ആവും. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ടുള്ള 11 എന്നുള്ള വാല്യൂ ഇവിടെയുണ്ട്, അക്യുമുലേറ്ററിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അക്യുമുലേറ്ററിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്ത് യൂസ് ചെയ്താൽ മതി, സബ് മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് 1 എന്നുള്ളൊരു വാല്യൂ നമുക്ക് ഇമ്മീഡിയറ്റ് മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ സബ് #1 കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, 11 - 1 നമുക്ക് എന്ത് കിട്ടും, 10 കിട്ടും. അതെവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, ആൻസർ അക്യുമുലേറ്ററിനുള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. എന്നിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റിലത്തെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. ആ റിസൾട്ടിനെ നമ്മൾ സ്റ്റോർ ബാക്ക് ചെയ്തില്ല, എങ്ങോട്ടൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, ബീറ്റയിലേക്ക്. അപ്പോൾ എന്ത് ചെയ്തു, സ്റ്റോർ ബീറ്റ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ഇപ്പോൾ എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ബീറ്റയിലേക്ക് എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആൽഫയുടെ കേസിലും റിപ്പീറ്റ് ചെയ്യുവാണ്. ഗാമയിലും നമ്മൾ വർക്ക് ചെയ്യുവാണ് ഫോർ ഗെറ്റിംഗ് ദ ഡെൽറ്റ. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ ഇവിടെ അക്യുമുലേറ്ററിലേക്ക് ഗാമയെ ലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ രജിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എസ് കോമ എ കൊടുത്തിട്ടുണ്ട്. കാര്യം INCRൻ്റെ വാല്യൂ ഓൾറെഡി എവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കാം, നമുക്ക് ഇനിയും നമ്മളതിനെ ലോഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, അക്യുമുലേറ്ററിലേക്ക് ഗാമയുടെ വാല്യൂ ലോഡ് ചെയ്തു. അഡ്രസ് രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, രജിസ്റ്റർ ബേസിസുള്ള അഡീഷനാണ് നമ്മൾ ചെയ്തത്. എസ്സും എയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആൻസർ അവിടെ സ്റ്റോർ ചെയ്തു, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു -1. സോ നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി ഡെൽറ്റയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് കോഡ്. ഓക്കെ.